ഹലോ വെൽക്കം ബാക്ക്. ഞാനിന്നിവിടെ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഞാനിവിടെ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അളവുകളൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ ലെങ്ത് 22 ഇഞ്ചസ് ഞാൻ എടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചസാണ് എടുക്കുന്നത്. ഷോൾഡർ 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. ആം ഹോൾ 8 എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കേർവ് വരച്ചു കൊടുക്കാം. റൗണ്ട് 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് 10.5 ഇഞ്ചും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്തും 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സെയിം അളവിന് തന്നെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷോൾഡർ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ബാക്കിൽ ഓപ്പണിങ്ങിന് വേണ്ടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ലൈനിങ്ങിലും ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിന് ചുറ്റും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി 4 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പീസ് എടുക്കുക. അതിൻ്റെ ഒരു വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പണിങ്ങിലായി ഇതുപോലെ വെച്ച് കൊടുത്ത് ചുറ്റും വന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ടോപ്പിൻ്റെ നല്ല വശത്താണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ഇത് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന പീസിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓപ്പണിങ്ങിലായി വരുന്ന ഈ ഭാഗങ്ങളെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ത്രീ ഇഞ്ച് ലെങ്ത് വരുന്ന ഒരു പീസ് എടുക്കുക. അതിന് ഫോൾഡ് ചെയ്ത് നെക്കിന് ചുറ്റും ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ലൈനിങ് പീസിനെ ഇതുപോലെ ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്ത് നെക്കിന് ചുറ്റും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ഉള്ളിലോട്ട് മറിച്ചിടാം. നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനായി അതിൻ്റെ ലെങ്ത്തിന് ആവശ്യമായ ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കോളറിനോട് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ കട്ടിങ്സ് കൊടുക്കുക. ഇതിനെ നല്ല വശത്തേക്കിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ മെറ്റീരിയൽ രണ്ടായി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് 21 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്.
ഇവിടുന്ന് ഇങ്ങോട്ട് ഞാനൊരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഇതുപോലെ ഒരു ലൈനാക്കി വരച്ചു കൊടുക്കാം. ഓപ്പണിംഗ് ഒരു 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ലൈനിൻ്റെ പകുതി കണ്ടുപിടിച്ച് നമുക്ക് ഈ താഴ്ഭാഗത്തായിട്ടൊരു 1/4 ഇഞ്ചും 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകൾ ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് ആം ഹോള് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്ത ഈ 1/2 ഇഞ്ചും 1/2 ഇഞ്ചിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്ലീവിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചാണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ അറ്റത്തു കൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടായി ഓരോ 1/2 ഇഞ്ച് വീതം വിട്ട് ഒന്നുകൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അവിടെ 2 സ്റ്റിച്ച് വരും. അതിനുശേഷം ഒരു 9 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു ഇലാസ്റ്റിക് എടുത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിനെ ഷോൾഡറിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സ്ലീവ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ടോപ്പാണിത്. ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.